ജോലിയിൽ കയറി കഴിഞ്ഞാൽ യു ആർ നോട്ട് കമ്പീറ്റിംഗ് വിത്ത് പേപ്പർ, യു ആർ കമ്പീറ്റിംഗ് വിത്ത് ഹ്യൂമൻസ്. പക്ഷേ ഈ ട്രെയിനിങ് പീരീഡിൽ നിങ്ങളെ പഠിപ്പിക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. വൺ ഈസ് ഹൗ ടു ഡീൽ വിത്ത് ഹ്യൂമൻസ് ഇൻ ദ ഫീൽഡ്. ആൻഡ് ഇഫ് യു തിങ്ക് ദറ്റ് യു കൻ ഗെറ്റ് പോപ്പുലാരിറ്റി ബൈ catering to the media, you are sadly mistaken. They'll be the first person to drop you like a hot potato the moment something comes against you. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്ന ഒറ്റ വാക്കിൽ അച്ഛനമ്മമാരെയും നിങ്ങളുടെ കൂടെ വന്നവരെയും സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം നേടിയ നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ്. ഏതായാലും ഇന്ന് നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങളുമായിട്ട് സംസാരിക്കാനും ഒരവസരം കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഇത്രയധികം യൂത്ത്ഫുൾ എനർജി നമ്മളുടെ മുമ്പിൽ കാണുമ്പോൾ നമ്മളും യൂത്ത്ഫുള്ളായിട്ട് മാറുകയാണ്. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ, നിങ്ങളെ എൻ്റെ മുന്നിൽ ഞാൻ കാണുമ്പോൾ അച്ഛനമ്മമാരോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും റിലേറ്റീവ്സിനോടൊപ്പവുമാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും ഞാൻ എൻ്റെ കുട്ടിക്കാലം ഒരു ഫ്ലാഷ് ബാക്ക് പോലെ എൻ്റെ മനസ്സിൽ വന്നു. എത്രയോ വ്യത്യാസമുള്ള ഒരു സാഹചര്യത്തിൽ പഠിച്ച് സിവിൽ സർവീസ് നേടിയ ഒരു വ്യക്തിയാണ് ഞാൻ. മേ ബി ഞങ്ങളുടെ ജനറേഷനിലുള്ള പലർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഇതേപോലെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും അന്നില്ല, കേരളത്തിൽ ഒട്ടുമേ ഇല്ല. കാരണം റാവു സ്റ്റഡി സർക്കിൾ എന്ന് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അന്ന്. 1980 ഞാൻ 1980 അതൊക്കെ നിങ്ങൾ വി ആർ നോട്ട് ഈവൻ തോട്ട് ഓഫ് എന്ന് പറയാം. ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ 80 ഞാൻ MSc പാസ്സായി. 80 MSc പാസ്സാകുന്നത്. അപ്പോൾ MSc പാസ്സാകുന്നതിന് മുമ്പേ ചെറുതായിട്ട് ഞാനൊരു ചരിത്രം പറഞ്ഞിട്ട് വേണം ഞാൻ നിങ്ങളോട് വരികയാണ്. അപ്പോൾ അന്ന് എനിക്ക് സിവിൽ സർവീസിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും വലുതായിട്ടില്ല. സയൻസ് ടാലൻറ്റ് സ്കോളർഷിപ്പ് കിട്ടി ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്നുള്ള മോഹത്തോടു കൂടി തന്നെയാണ് പ്രീ ഡിഗ്രിയും BScയും MScയും പഠിച്ചത്. എൻ്റെ അച്ഛൻ ഓഫ് കോഴ്സ് എന്നെ ഒരു ഡോക്ടറാക്കിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം. പക്ഷേ എൻ്റെ അച്ഛനമ്മമാർ രണ്ടുപേരും എന്നെ ഒരു തരത്തിലും പോകണമെന്ന് പ്രേരിപ്പിച്ചിട്ടില്ലെങ്കിലും ഡോക്ടറായാൽ കൊള്ളാം. കാരണം പ്രീ ഡിഗ്രിക്ക് അന്ന് ഇന്നത്തെ പോലെയൊന്നും അല്ല. അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാം, സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുക, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തവർക്ക് ഡോക്ടർ ആവാനേ അവർക്ക് മാത്രമേ പറ്റൂ. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തവരെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറ്റേ സബ്ജക്ട്സ് എടുത്ത് പോകും. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഒരു ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് കൊടുത്തപ്പോഴേക്കും പിറ്റേ ദിവസം അച്ഛൻ വേറൊരു ഫോമുമായിട്ട് വീട്ടിൽ വന്നു. അത് സെക്കൻഡ് ഗ്രൂപ്പിന് കൂടെ ഫില്ല് ചെയ്ത് ഇടാനായിട്ടുള്ള ഫോമായിരുന്നു. ഫോം ഇട്ടു. എന്നാലും ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ അഡ്മിഷൻ്റെ ഡേറ്റ് വന്നപ്പോഴേക്കും അച്ഛൻ്റെ കൂടെ ഞാൻ തന്നെ കോളേജിൽ പോയി. വിമൻസ് കോളേജ് വീട്ടിന് അടുത്തുള്ള കോളേജാണ്. അപ്പോൾ അവിടുത്തെ അന്നത്തെ പ്രിൻസിപ്പൾ എസ്തർ ഹെലിഗ്വ എന്ന് പറഞ്ഞൊരു ജൂയിഷ് ലേഡിയായിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യക്തി. എൻ്റെ അച്ഛൻ കോളേജിൽ മാത്തമാറ്റിക്സ് പ്രൊഫസറുമാണ്. ആ കോളേജിലല്ല, കേരള യൂണിവേഴ്സിറ്റിയിൽ വേറൊരു കോളേജിൽ. അപ്പോൾ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, അച്ഛനെ പോലെ മാത്സ് പ്രൊഫസർ ആകാനാണോ ആഗ്രഹമെന്ന് ചോദിച്ചു. ഡോക്ടർ ആവണ്ട അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ രണ്ടും തീരുമാനിച്ചിട്ടില്ല. കയറി അങ്ങനെ പഠിച്ചു. ആ പ്രീ ഡിഗ്രി പഠിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കെമിസ്ട്രിയിലോട്ടൊരു താല്പര്യം വന്നു. കെമിസ്ട്രിയിൽ പഠിച്ചു. ആ വർഷം സയൻസ് ടാലൻറ്റ് സ്കോളർഷിപ്പ് കിട്ടി. പിന്നെ സയൻറ്റിസ്റ്റ് ആവണം എന്നുള്ള മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ മൊത്തം എനർജിയും ആ വിഷയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അന്നത്തെ കാലം വരെ അതൊക്കെ എല്ലാവരുടെ വ്യക്തിത്വത്തിലും വരുന്ന ഒരു വ്യത്യാസമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സിംഗിൾ സെക്സ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, കോട്ടൺ ഹില്ലിൽ. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നീട് വിമൻസ് കോളേജിൽ അവിടെയും സ്ത്രീകൾ മാത്രമുള്ള കോളേജാണ്. MScക്ക് ചെല്ലുമ്പോഴാണ് ഒരു മിക്സഡ് കോയറ്റ് കോളേജിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വ്യത്യാസം, കരിയർ പാത്തിൻ്റെ വ്യത്യാസം നമ്മൾ നേരിട്ട് കാണുന്നത് ഇത് നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോഴാണ്. അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും തോന്നുന്നത് അങ്ങനെയാണ്. കാരണം അന്നത്തെ കാലത്ത് എത്രയോ വർഷം മുമ്പല്ലേ, എത്ര വർഷം മുമ്പാണ്? So it is 45 years back. അപ്പോൾ അന്നത്തെ സമയത്ത് സ്ത്രീകൾ പഠിച്ചു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് മോർ ഓർ ലെസ് ദ നോം. അപ്പോൾ ഞങ്ങളൊക്കെ MSc പഠിച്ചു കഴിഞ്ഞ് ഒന്നുകിലൊരു ജോലി കയറണം, ജോലി കയറിയില്ലെങ്കിൽ അടുത്ത കല്യാണത്തിന് എന്താണെന്നുള്ള അന്വേഷണമാണ്. പക്ഷേ ഞങ്ങളുടെ കൂടെ പഠിച്ച MScക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാവരും മെജോറിറ്റി ഗേൾസും ആയിരുന്നു. അവരെല്ലാവരും ജോബ് ഓറിയൻറ്റഡ് ആയിരുന്നു. ജോലിക്ക് പോകണം. പിന്നെ എൻ്റെ വീട്ടിൽ ഒറ്റ പോളിസി ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫാദർ ഉടനെ റിസർച്ച് ചെയ്യാൻ എതിരായിരുന്നു. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, അതിനുശേഷം എന്ത് പഠിച്ചോളുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനം. ദാറ്റ് ഈസ് വൺ ആസ്പെക്ട് വിച്ച് ഐ ടെൽ യു വെൻ ഐ സീ ദ ഗേൾസ് അറൗണ്ട് ഹിയർ. യു ബിക്കം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, ബട്ട് ടു ബി ഫിനാൻഷ്യലി എംപവേർഡ്, ദേ ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. യു ക്യാൻ ഹാവ് ദ മണി, ബട്ട് ഹൗ മച്ച് കൺട്രോൾ യു ഹാവ് ഓവർ യുവർ മണി ഈസ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ. അതിലോട്ട് നമുക്ക് വരാം.
അപ്പോൾ അങ്ങനെ കൂടെയുള്ള കുട്ടികളെല്ലാവരും ബാങ്കിൻ്റെ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഞാനും ബാങ്കിൻ്റെ പരീക്ഷയൊക്കെ എഴുതി. കുറേ പരീക്ഷ കിട്ടാതായി. കാരണം MSc കെമിസ്ട്രി എന്ന് പറയുന്നത് 6 മണിക്കൂർ ആഴ്ചയിൽ 3 ദിവസം ലാബിലാണ്. അപ്പോൾ പഠിക്കാനൊന്നും വേറെ ഒന്നും നോക്കാൻ സമയം കിട്ടില്ല. അങ്ങനെ പരീക്ഷകൾ എഴുതി ഡിസംബർ ആയപ്പോഴേക്കും സിവിൽ സർവീസ് പ്രിലിംസിന് വന്നു. അത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണെന്ന് വരിക. ഇതേപോലത്തെ ഒന്നുമില്ല. എംപ്ലോയ്മെൻറ്റ് ന്യൂസ് നമ്മൾ കാണും. എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ കണ്ടിട്ട് അപ്ലൈ ചെയ്തു. പാസ്സായി 80 മെയ് ആയപ്പോഴേക്കും എൻ്റെ ലാസ്റ്റ് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു. അത് കഴിഞ്ഞ പാടെ 1 മാസം സമയമുണ്ട് പ്രിലിംസിന്. ജൂൺ 8-ാം തീയതി ആയിരുന്നു പ്രിലിംസ്. മെയ് 9-നോ മറ്റോ എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. 1 മാസം. അന്ന് പക്ഷേ കെമിസ്ട്രി ഒരു സബ്ജക്റ്റാണ്. നമ്മൾ പഠിച്ച വിഷയം ഒരു സബ്ജക്റ്റും ജനറൽ സ്റ്റഡീസ് വേറൊരു സബ്ജക്റ്റുമായിരുന്നു. അപ്പോൾ കെമിസ്ട്രി എനിക്ക് പഠിക്കേണ്ടി വന്നില്ല. ഞാൻ അത്രയധികം സ്നേഹിച്ച് ആശ്ലേഷിച്ച് പഠിച്ചൊരു വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് വ്യത്യാസം ഞാൻ പറയാൻ കാര്യം അതാണ്. അപ്പോൾ 2ാമത്തെ പേപ്പറിന് എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടിയേ വന്നില്ല. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റാതെ ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ CSAT വാസ് ഡിഫറെൻറ്റ്. CSAT അല്ല, ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന കാര്യം വാസ് ഡിഫറെൻറ്റ്. പാറ്റേണും വ്യത്യാസമായിരുന്നു. ഇന്നത്തെ പാറ്റേൺ ഒന്നും അല്ല, വേറൊരു വ്യത്യാസപ്പെട്ടൊരു പാറ്റേണിലായിരുന്നു. അതിനിടയ്ക്ക് റിസർച്ചിന് എൻ്റെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് IIT മദ്രാസിൽ അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ ലെറ്റർ വന്നു. ജോയിൻ ചെയ്യാനുള്ള കാര്യത്തെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജൂലൈ 31 ഇപ്പോൾ പറയുന്നു 14 ദിവസത്തിനകം റിസൾട്ട് വരുമെന്ന്. അന്ന് ഞങ്ങൾക്ക് 2 മാസം 60 ദിവസത്തിനോളം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരിക. റിസൾട്ട് വന്ന ദിവസം ഞാൻ തീരുമാനിച്ചു, ഇനി റിസർച്ചിന് പോയാൽ രണ്ടും നടക്കില്ല, ഈ ഒരു കാര്യത്തിൽ പിടിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് കോച്ചിങ് ക്ലാസ് എന്ന് പറയുന്ന സാധനം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു സിവിൽ സർവീസ് കോച്ചിങ് സെൻ്റർ ഉണ്ട്. ആ സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററിൽ പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ചെയ്തിരുന്നത് സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് 2 ഓപ്ഷൻസ് വേണം. എനിക്കാണെങ്കിൽ സയൻസ് ഓറിയൻറ്റഡ് സബ്ജക്ട്സേ പഠിക്കാൻ പറ്റുള്ളൂ. മറ്റത് എഴുതി പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയത് കാരണം മോസ്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് സൈക്കോളജി എടുത്തിട്ട് കോച്ചിങ്ങിനൊന്നും പോയില്ല. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ ഏറ്റവും മേലത്തെ നിലയിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണും. അപ്പോൾ ഈ പ്രിലിംസ് കഴിഞ്ഞ പാടെ ഏറ്റവും മേലത്തെ നിലയിൽ പോയി ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, എഴുതുക, ബുക്ക് എടുക്കുക, പഠിക്കുക. അന്ന് ഫോട്ടോ കോപ്പിയർ ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ ഈ ലൈബ്രറി തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഞാൻ മെമ്പറും, മറ്റേ 2 ലൈബ്രറിയിൽ ബ്രിട്ടീഷ് ലൈബ്രറി ഉണ്ടായിരുന്നു, പബ്ലിക് ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടുത്തെ പുസ്തകങ്ങൾ അച്ഛൻ കൊണ്ടുവരുന്നത് എഴുതി പഠിക്കുമായിരുന്നു. അൾട്ടിമേറ്റ്ലി ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടി പറയുകയാണ്. എത്രമാത്രം ഇൻഫർമേഷൻ റെവല്യൂഷൻ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി വാട്ട് യു ടേക്ക് ഇൻ ആൻഡ് വാട്ട് യു ആർ ഏബിൾ ടു റീപ്രൊഡ്യൂസ് ഇൻ ദി എക്സാമിനേഷൻ ഹാൾ ദാറ്റ് മാറ്റേഴ്സ്. ഇപ്പോഴത്തെ ഇൻഫർമേഷൻ റെവല്യൂഷനിൽ നമ്മൾ മുങ്ങിപ്പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും സ്റ്റഡീസ് ബിക്കം മോർ ഡിഫിക്കൾട്ട്. ഇൻഫാക്ട് ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട് ഈവൻ വെൻ യു ഡു എനിത്തിങ്. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു PhD തീസിസ് ചെയ്തു. പക്ഷേ ആ ഇൻഫർമേഷൻ റെവല്യൂഷനിടയ്ക്ക് നമുക്ക് ഏതാണ് കറക്റ്റായിട്ട് എടുക്കണം എന്നുള്ളത് ഇറ്റ്സ് എ ടാസ്ക്. എല്ലാവർക്കും പറ്റണമെന്നില്ല, അതിൽ മുങ്ങിപ്പോവും. പക്ഷെ അന്ന് അങ്ങനെ മുങ്ങിപ്പോയില്ലായിരുന്നു. നമ്മൾ കിട്ടുന്ന സാധനം പഠിക്കുക, എഴുതുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് എനിക്ക് ഓൾ സയൻസ് കോളേജിൽ ഒരു ജോലി, ടെമ്പററി ലെക്ചറായിട്ട്, ജൂനിയർ ലെക്ചറായിട്ടൊരു ജോലി കിട്ടി. ഒരു ദിവസം ലീവ് എടുക്കാൻ പേടിയാണ്, ലീവ് എടുത്താൽ പറഞ്ഞു വിടും. അത് കാരണം സെപ്റ്റംബറിൽ പോയി ജോയിൻ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് ക്യാഷ്വൽ ലീവ് എടുത്താണ് എഴുതിയത്. ഇന്നത്തെ കാലത്ത് നടക്കില്ല. അപ്പോൾ ജനറൽ സ്റ്റഡീസ് 2 പരീക്ഷയും പിന്നെ മലയാളവും ഇംഗ്ലീഷും ഞാൻ എഴുതിയത് ന്യൂസ് പേപ്പറിൻ്റെ ട്രാൻസ്ലേഷൻസും സ്കൂളിൽ പഠിച്ച ഗ്രാമറിൻ്റെ ബലത്തിലുമാണ്. ജനറൽ സ്റ്റഡീസ് മാത്രം കുറച്ചുകൂടെ പഠിക്കേണ്ടി വന്നു. സൈക്കോളജി പഠിക്കേണ്ടി വന്നു. കെമിസ്ട്രി ഞാൻ പഠിച്ച എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാലം വെച്ച് എഴുതി. ആകപ്പാട് 5-7 പരീക്ഷയുടെ ദിവസവും ഒരു പക്ഷേ തലേദിവസം 1-2 ദിവസം ക്യാഷ്വൽ ലീവിൽ മാത്രം പരീക്ഷ എഴുതുന്നു എന്നുള്ള കാര്യം പോലും വെളിയിൽ പറയാതെയാണ് എഴുതിയത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയിൽ നിന്ന് ഇറക്കി വിടുമെന്നുള്ളതാണ്. ലീവ് തരൂല, കിട്ടാത്ത ഒരു സിറ്റുവേഷൻ അങ്ങനെ ആവും. ഇടയ്ക്ക് ഫ്രീ പീരിയഡ്സ് വരുമ്പോൾ ഞാൻ ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കുമ്പോൾ തന്നെ അന്നത്തെ HOD എന്നെ വിളിച്ച് വേറെ സ്പെയർ ക്ലാസ് എടുക്കാൻ പറയുമായിരുന്നു. സോ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ, പക്ഷേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ ഗലോർ. എന്നിട്ട് ഇത്രയും പേര്, അന്നും ഇത് തന്നെയാണ്, ഒരു ഏകദേശം 1 ലക്ഷം പേരൊക്കെ അന്ന് എഴുതും. 10,000 പേർക്ക് പ്രിലിംസ് സെലക്ഷൻ കിട്ടും. അതിൽ നിന്നൊരു 2,000 പേര് വരും. ആ സെലക്ഷനൊക്കെ വന്നാലും നിങ്ങളുടെ ഈ യുഗത്തിലുള്ള പരിചയം, അതായത് നമ്മൾ അജഗജാന്തര വ്യത്യാസമുള്ള 2 ജനറേഷനിൽ നിന്നാണ് മുഖാമുഖം നിൽക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരിക്കലും ഞങ്ങൾ പഠിച്ച വഴി താരതമ്യപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും ഫങ്ഷൻ ചെയ്യുന്നത് നമ്മളുടെ ഹ്യൂമൻ ബ്രെയിൻ, ഇറ്റ് ഈസ് ദ ഹ്യൂമൻ ബോഡി. സോ ദർ ഇസ് എ ലിമിറ്റേഷൻ. സോ ദർ ആർ കോമണാലിറ്റീസ് എവ്രിവെയർ. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ മറിച്ചാലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് വാട്ട് ദി സ്മോൾ ഹെഡ് ക്യാൻ ഹോൾഡ് ആൻഡ് ഇറ്റ് ഈസ് വാട്ട് യു ക്യാൻ reproduce in the examination hall and what you can do. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ജനറേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു അങ്കലാപ്പുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ നമ്പർ ഓഫ് ചാൻസസ് കൂടി,
10-30 ജനറൽ കാറ്റഗറിയിൽ 32 ഇയേഴ്സ് വരെ എഴുതാം. നിങ്ങളുടെ ലൈഫിൻ്റെ പ്രൈം ഇയേഴ്സാണ് ഇതിനകത്ത് നിങ്ങൾ ചിലവാക്കുന്നത്. അതാണ് നേരത്തെ മുഹമ്മദ് ഷിനാസ് പറഞ്ഞ കാര്യം. ലൈഫിൻ്റെ പ്രൈം ഇയേഴ്സ് ഇതിനു വേണ്ടി ചിലവാക്കുകയാണ്. ആൻഡ് സിവിൽ സർവീസ് ഒരുവിധം കഴിവുള്ള ഒരാൾക്ക് ഓൾവേസ് അപ്പിയേഴ്സ് ടു ബി എ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരീക്ഷ എഴുതി വരുമ്പോൾ എനിക്ക് പോയത് 1 മാർക്കിനാണ്, ഇതിൽ 2 മാർക്കിനാണ് പോയത്. അപ്പം ഒരിക്കൽ അറ്റംപ്റ്റ് ചെയ്തവൻ ഒരിക്കലും അത് വിടില്ല. കാരണം അടുത്ത പ്രാവശ്യം കിട്ടാൻ സാധ്യതയുണ്ട്. ദ ചാൻസസ് ആർ ദെയർ, ദ പ്രോബബിലിറ്റി ഈസ് ദെയർ, ദെൻ വൈ ഷുഡ് യു ഗിവ് അപ്പ്? അങ്ങനെ വരുമ്പോഴാണ് ഫാമിലി, നമ്മളുടെ ലൈഫ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവിയിൽ കുറച്ച് പഠിക്കാനുണ്ടെങ്കിൽ ആ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ എത്രയോ സാക്രിഫൈസ് ചെയ്തിട്ട് വന്ന നിങ്ങൾ ദൈവാധീനമുള്ളവരാണ്, ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്, ബുദ്ധിമതികളും ബുദ്ധിമാന്മാരും ആണെന്നതിൽ ഉപരിയാണ് ആ നേരത്തെ 2 പറഞ്ഞ എപ്പിത്തറ്റ്സ് നിങ്ങൾക്ക് സൂട്ടഡ് ആകുന്നത്. കാരണം ധാരാളം പേർക്ക് ഈ കിട്ടിയവൻ്റെ ഫോട്ടോ മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ, കിട്ടാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ പേരും ഇങ്ങനെ അവരൊരു മാനസികമായിട്ട് വളരെ ഇംബാലൻസ്ഡ് ആയിട്ടും ബുദ്ധിമുട്ടിൽ കൂടിയും കടന്നു പോകുന്ന എത്രയോ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ പരീക്ഷയ്ക്ക് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം, ഒരു സ്റ്റുഡൻറ്റിനെ ഇത്രയധികം പഠിക്കാൻ ആവശ്യപ്പെട്ട് നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങളാണ് പഠിക്കുന്നത്, ഇത്രയും പഠിച്ച് 1 കൊല്ലം മൊത്തം കറങ്ങി 1 കൊല്ലം സ്റ്റാൻഡ് സ്റ്റില്ലാണ് സത്യം പറഞ്ഞാൽ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം. വേറൊരു ജോലിക്ക് പോയിട്ട് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഇക്കാലത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അങ്ങനെ ചെയ്യാത്ത ആൾ അഡ്വാൻറ്റേജസ് ആയിട്ട് പോകുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. അതങ്ങനെ നടന്നങ്ങ് പോയി. പിന്നെ ഒരു 3 അറ്റംപ്റ്റ്സ് 4 അറ്റംപ്റ്റ്സ് ഒക്കെ അന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം 3 ആയിരുന്നു, ഞങ്ങളൊക്കെ എഴുതുമ്പോൾ 4 മറ്റോ ആക്കി, 29 ഇയേഴ്സ് ആക്കി. ഇൻ എ വേ ദി എക്സാമിനേഷൻ സിസ്റ്റം ആൻഡ് ദ പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ ഓൾസോ ടേക്സ് എ ടോൾ ഓൺ യുവർ ഹെൽത്ത് ആൻഡ് ലൈഫ്. ഏതായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേറെ ആരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വി ക്യാൻ ഓൺലി സെൽ ഹോപ്പ്. നിങ്ങൾ ആരോട് ചെന്ന് ചോദിച്ചാലും ഹോപ്പല്ലേ തരാൻ പറ്റുള്ളൂ, എൻകറേജ്മെൻറ്റും അല്ലേ തരാൻ പറ്റുള്ളൂ. ഇത് രണ്ടും അല്ലാതെ വേറെ ആർക്കും പറയാൻ പറ്റില്ല. എഴുതണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതം ഇവാലുവേറ്റ് ചെയ്ത് എങ്ങനെയാണ് എത്തിപ്പിടിക്കേണ്ടതെന്ന് ആലോചിക്കുക. ദൈവാധീനം ഉണ്ടായിരിക്കട്ടെ, ഉണ്ടായവർക്ക് എല്ലാ ആശംസകളും ആദ്യം. എന്നിട്ട് അടുത്തത് നമ്മൾ ഈ സർവീസിൽ വരുമ്പോൾ ഞാൻ ജോലി ചെയ്ത ഒരു അന്തരീക്ഷവും നിങ്ങളിപ്പോൾ ജോലി ചെയ്യാൻ പോകുന്ന അന്തരീക്ഷവും രണ്ടും രണ്ടാണ്, ഒന്നല്ല. വളരെയധികം വ്യത്യാസമുള്ള ഒരു അന്തരീക്ഷമാണ്. സിവിയർ കോമ്പറ്റീഷൻ ഉണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് ഇൻ എ ഗ്രോയിങ് ഡെമോക്രസി റെലവൻസ് ഓഫ് ബ്യൂറോക്രസി എങ്ങനെയാണെന്നുള്ളതൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് തന്നെ ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ്. ബ്യൂറോക്രാറ്റിന് റെലവൻസ് ഉണ്ട്, പക്ഷേ നമ്മളുടെ ആശയങ്ങൾ മുറുകെ പിടിക്കുക, സത്യത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുക, നമ്മൾ വളർന്ന വഴി മറക്കാതിരിക്കുക, ഈ 3 പോയിൻറ്റും ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മളുടെ ആരോഗ്യം, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ രണ്ടും സംരക്ഷിക്കുക. ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ നോക്കാൻ ആരും ഉണ്ടാവില്ല. ഇതൊരു റാറ്റ് റേസാണ്. ഇൻഫാക്ട് ഇറ്റ് ഇസ് എ ഡോഗ് ഈറ്റ് ഡോഗ് വേൾഡ്. ഒരാൾ പോയാൽ അവനെ ചവിട്ടി അടുത്ത പുറത്ത് കയറും. അതിപ്പോൾ എനിക്ക് വളരെ ധൈര്യമായിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്ക് ചുറ്റും ഇരിക്കുന്നവരൊക്കെ തന്നെയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ. പക്ഷേ ആരാണ് എന്തൊക്കെ, കാരണം ഇതൊരു സോഷ്യൽ ലാഡർ ക്ലൈംബിംഗ് ആണ്. ഇനി നിങ്ങൾ ഇത്രയും നാളും പുസ്തകങ്ങളെ വെച്ചാണ് മല്ലിട്ടത്, ചോദ്യപേപ്പറെ വെച്ചിട്ടാണ് മല്ലിട്ടത്. അപ്പോൾ ചോദ്യകർത്താവിന് എതിരായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അതായത് ചോദ്യകർത്താവിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു പരീക്ഷയുടെ വിജയരഹസ്യം. ആ ചോദ്യകർത്താവ് എന്തൊക്കെ ആലോചിക്കും, എന്തൊക്കെയാണ് ചോദ്യകർത്താവിൻ്റെ മനസ്സിൽ പോകുക എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിലാണ് നമ്മളുടെ വിജയരഹസ്യം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും സബ്ജക്ട്സ് കിട്ടുകയാണ്, ഇത്രയും മാറ്റർ കിട്ടുകയാണെങ്കിൽ ഒരു ചോദ്യകർത്താവിന് എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് നമുക്ക് ചോദിക്കാനുള്ള പ്രാപ്തി വരുമ്പോഴാണ് നമ്മളൊരു കമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കോമ്പറ്റീറ്റർ ആവുന്നത്. പക്ഷേ ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ യു ആർ നോട്ട് കമ്പീറ്റിംഗ് വിത്ത് പേപ്പർ, യു ആർ കമ്പീറ്റിംഗ് വിത്ത് ഹ്യൂമൻസ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. 2 years ഓഫ് ട്രെയിനിങ്. അത് ഇൻ്റർനാഷണലി ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ ഏറ്റവും ലോകത്തിൽ എവിടെയും നടക്കുന്ന ട്രെയിനിങ്ങുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഏറ്റവും നല്ലൊരു പീരീഡ് ട്രെയിനിങ് പീരീഡ് തന്നെയായിരിക്കും. പക്ഷേ ഈ ട്രെയിനിങ് പീരീഡിൽ നിങ്ങളെ പഠിപ്പിക്കാത്ത 2 കാര്യങ്ങളുണ്ട്. വൺ ഈസ് ഹൗ ടു ഡീൽ വിത്ത് ഹ്യൂമൻസ് ഇൻ ദ ഫീൽഡ്. ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ 2. ഒന്ന് പൊളിറ്റീഷ്യൻസ്, ദ സെക്കൻഡ് ഇസ് ദ മീഡിയ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ട ആവശ്യം വരുന്ന മീഡിയ, സോഷ്യൽ മീഡിയ, പലതരത്തിലുള്ള മീഡിയ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും വരുമ്പം ബാലൻസിങ് ട്രിക്ക് ഇസ് വെരി ഡിഫിക്കൾട്ട്. പിന്നെ എത്രമാത്രം സംസാരിക്കാം, എന്തെല്ലാം സംസാരിക്കാം, എല്ലാ സത്യവും വിളിച്ച് പറയാമോ, ഇതെല്ലാം ഓൺ ദ ജോബ് ഐ തിങ്ക് വൺ ഹാസ് ടു ലേൺ.
അപ്പോൾ ഇതൊക്കെ ഒരു ഡെയിലി ഒരു പാഠമാണ്. ഈ പരീക്ഷ പാസ്സായി ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഡോണ്ട് എവർ സിറ്റ് ബാക്ക്, ബി എ സ്റ്റുഡൻറ്റ് എവറി ഡേ. നമ്മൾ പഠിക്കുന്ന ഈ വെളിയിൽ കാണുന്ന പൂച്ചുണ്ടല്ലോ, ഒരു അലങ്കരിച്ച കാറും ഒരു ലൈറ്റ് ലാൽ ബത്തിയുള്ള ഒരു കാറിനകത്ത് കയറിയിരിക്കുക, ഒരു ഡ്രൈവർ ഡോറ് തുറന്നു തരിക, ആൾക്കാർ ചുറ്റും കൂടുക, മീഡിയക്കാർ മയക്കും കൊണ്ടുവരിക, മീറ്റിങ്ങിൽ കയറിയിരിക്കുക, ഇതൊക്കെ എക്സ്റ്റേണൽ ഷോയാണ്. ഇതിനകത്ത് നിങ്ങളുടെ മനസ്സ് പാകപ്പെടുത്തി എന്തെല്ലാം ചെയ്യാം, നമ്മളുടെ ലൈഫിനും നമുക്കും കോട്ടം തട്ടാത്ത രീതിയിൽ എങ്ങനെ ജോലി ചെയ്യാം എന്നുള്ള ഒരു മെൻ്റൽ എക്സസൈസ് നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ ജീവിതത്തിലൂടെ ഉണ്ടാവണം. അതിന് പ്രാർത്ഥന, വളർന്ന വഴി മറക്കാതിരിക്കുക, സത്യത്തിൽ പിടിച്ചു നിൽക്കുക. കാരണം ഈ ബാക്കിയുള്ള വളഞ്ഞ വഴികളൊക്കെ എന്നും നിങ്ങളെ കാത്തിരക്ഷിക്കണമെന്നില്ല. പിന്നെ എന്ത് തീരുമാനം എടുത്താലും ആര് പറഞ്ഞാലും സ്വയം അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രം ആ തീരുമാനം എടുക്കുക. ഇത്രയും കൊണ്ടുവരുമ്പോഴേക്കും നിങ്ങൾ 10-30 വർഷം കഴിയുമ്പോഴേക്കും യു വിൽ ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ ഓൾ ടുഗെദർ. ഇതിൽ നിന്ന് വളരെ ഞങ്ങളുടെ ഇടയിൽ ഒരു ജോക്കുണ്ട്. നമുക്ക് 32 എത്ര വെർട്ടിബ്രയുള്ളത്? 32 33. ഓരോ വർഷം കഴിയുമ്പോഴും ഓരോന്ന് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ഒന്നും ഇല്ലാത്തൊരു പാറ്റയെ പോലെ ആവും ലാസ്റ്റ്. ഇതാണ് നമ്മുടെ ഇടയിൽ ആ രീതി നിങ്ങൾക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അവസാനം വരെയും നട്ടലോടുകൂടി നിന്ന് റിട്ടയർ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫും ഒഫീഷ്യൽ ലൈഫും എല്ലാ രീതിയിലും നന്നായി ഭവിക്കട്ടെ. നല്ലൊരു കുടുംബജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിൻ്റെ ബാലൻസിങ് ട്രിക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാനസികാവസ്ഥ നിങ്ങൾക്ക് കിട്ടട്ടെ. ഇതിനുവേണ്ടി നിങ്ങളെ തയ്യാറാക്കിപ്പിച്ചെടുത്ത ഈ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങളെ തയ്യാറാക്കി എടുപ്പിച്ച ഐലേണിലെ എല്ലാവരെയും, ചുക്കാൻ പിടിച്ച എല്ലാവരെയും, അവർ നിങ്ങൾക്കൊരു ആത്മവിശ്വാസവും നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള കറേജും അഭിമുഖീകരിക്കാനുള്ള ഒരു ബേസിക്കലി ഒരു കൗൺസിലറിൻ്റെ ജോലിയാണ് അവർ. പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി അവരൊരു നിങ്ങളുടെ മാനസികമായിട്ടുള്ളൊരു കണ്ടീഷനെ പാകപ്പെടുത്തിയെടുത്ത് പരീക്ഷ അത് ചെയ്തതിന് ഏറ്റവും അധികം അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു അംബിഷൻ സിവിൽ സർവീസിൽ പറ്റണം എന്നുള്ളത്. ഇത്രയും ആരോ ഇപ്പോൾ ഒരു സർവേ നടത്തിയപ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും ഈ സർവീസിൽ കയറണം എന്നുള്ളതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലി അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് വന്ന് കയറണം എന്നുള്ളത്. ഇപ്പോൾ എന്നോട് എന്താണെന്ന് ജോലി എന്ന് ചോദിച്ചാൽ ഐ വിൽ സേ ഇറ്റ് ഇസ് എ ജോബ് ഇൻസൈഡ് ഇന്ത്യ. അത്ര എളുപ്പമൊന്നും നിങ്ങളെ ആർക്കും പറഞ്ഞു വിടാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ ഗുണങ്ങളൊക്കെ ഈ ജോലിക്കകത്തുണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ് ഹസ് ഗോട്ട് ഇറ്റ്സ് ലോട്ട് ഓഫ് നെഗറ്റീവ് പോയിൻറ്റ്സും ഉണ്ട്, പ്ലസ്സും ഉണ്ട്, മൈനസും ഉണ്ട്. പിന്നെ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ വിചാരിക്കാതിരിക്കുക, സർവീസിൽ കിട്ടാത്തവരോ സർവീസ് എഴുതാത്തവരോ സർവീസിന് പുറത്ത് നിൽക്കുന്നവരോ നിങ്ങളെക്കാളും മോശപ്പെട്ടവരാണ്. തികച്ചും നമ്മളെക്കാൾ മെച്ചപ്പെട്ട എത്രയോ വ്യക്തിത്വങ്ങൾ ഈ സർവീസിൻ്റെ പുറത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സർവീസിൽ ഉണ്ടെന്ന് വിചാരിച്ച് ഒരാൾ മാന്യനോ വളരെ മാന്യനായ വ്യക്തി ആവണമെന്നില്ല. ഇതൊരു ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇതിൽ നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്, ഇതിൻ്റെ പുറത്തും നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്. പുറത്തുള്ള ആൾക്കാരെയും മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടാവണം. കാരണം നമ്മളെക്കാൾ അറിയുന്ന, പിന്നെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയാതിരിക്കുക സർവീസിലായെന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മളെക്കാൾ അറിവുള്ള എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഇവർ ഈ പരീക്ഷ പാസ്സായെന്ന് വിചാരിച്ച് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്ന് ആൾക്കാർ പറഞ്ഞ് നമ്മളെ കളിയാക്കാനുള്ളൊരു സാധ്യത ഉണ്ടാക്കാതിരിക്കുക. ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ മിണ്ടാതിരിക്കുക. കാരണം നമ്മളൊരു പരീക്ഷ പാസ്സായെന്ന് പറഞ്ഞാൽ ഞാനും ഒരു 24-23 വയസ്സിലാണ് പരീക്ഷ എഴുതിയത്. 24 ഇയേഴ്സിൽ പരീക്ഷ പാസ്സായി കയറുമ്പോൾ എന്തറിവുണ്ടായിരുന്നു എന്ന് എനിക്ക് ചിലപ്പോൾ ഞാൻ എടുത്ത പല തീരുമാനങ്ങളും പലയിടത്ത് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരാറുണ്ട്. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പലതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ നിങ്ങളും ചെയ്യും. കാരണം ചെറുപ്പത്തിൻ്റെ ഊർജ്ജം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാരായ ആൾക്കാരെ ഈ ജോലിയിലോട്ട് ഇറക്കുന്നത്. ആദ്യത്തെ കുറേ നാളത്തേക്ക് നിങ്ങളും ഒക്കെ കുറേ വേണ്ടതും വേണ്ടാതിനും ഒക്കെ കുറേ ചെയ്യും. പക്ഷേ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. ബി ഗാർഡഡ്. കാരണം പുറം ലോകം നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇതാണോ IAS എന്ന് ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കാതിരിക്കുക. അങ്ങനെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലരെ പറ്റി. ആ ഒരു ചോദ്യം വരുത്താതെ നോക്കുക. കാരണം പരീക്ഷ പാസ്സായത് ഓൺലി 1 സ്റ്റെപ്പ്. യു ആസ് എൻ ഇൻഡിവിജ്വൽ, നിങ്ങളുടെ വളർച്ച നിങ്ങൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രാക്ഷന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോ മറ്റോ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ അങ്ങനെ ഒരു പെർമിഷൻ എടുത്തിട്ടാണ് ജിനാസിൻ്റെ അടുത്ത് പറഞ്ഞത്. ഗുഡ് മോർണിംഗ് മാഡം. മാഡം, എനിക്ക് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ, അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം വെൻ യു ഇൻ്റർവ്യൂ എ പേഴ്സൺ, സപ്പോസ് യു ആർ ഇൻ UPSC ഇൻ്റർവ്യൂ ബോർഡ്, ഒരു കാൻഡിഡേറ്റിനെ കാണുമ്പോൾ അറ്റ് ദ സ്റ്റേജ് ഓഫ് ഇൻ്റർവ്യൂ വാട്ട് വുഡ് ബി ദ ക്വാളിറ്റി വിച്ച് യു വാണ്ട് ടു സീ ഇൻ ഹെർ, അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ആ കാൻഡിഡേറ്റിൽ നോക്കുന്നുണ്ടാവുക ഒരു 30 minutes ടൈമിൽ? ലൈക്ക് ബിക്കോസ് വി സി ഓൾമോസ്റ്റ് ടൈം ഇൻ്റർവ്യൂ ബോർഡിലെല്ലാം
സിവിൽ സർവൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതലും 30 years or 40 years of experience ഉള്ള ആൾക്കാരായിരിക്കും. So what would be you looking in a candidate to see? Could you introduce yourself first? Ma'am, my name is Alex Abraham. I have cleared exam in 2020. കഴിഞ്ഞ തവണ എക്സാം ക്ലിയർ ചെയ്തു 2022. ഇപ്പം ഞാൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസിലായിരുന്നു. കഴിഞ്ഞ 2 വർഷം ട്രെയിനിങ്ങിലായിരുന്നു. ഞാൻ P&T അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് സർവീസിലായിരുന്നു. May I ask you a question? Because you have already gone before 2 interview boards, am I right? 3 interview boards. 3 interview boards. What is it that is making you ask this question? Because I was not able to figure out what they expect from me. Because first time I got 173, then I got 168, 158. So, and I see a lot of people, ലബാസിനെ പോയി കഴിയുമ്പോഴും ഒരു തവണ 133, next time 206. So we are not able to figure out what actually you want to see. Actually, to tell you the truth, even I cannot tell you why this happens. But I can tell you why it happens. But probably they are not able to rectify this. Can be rectified, but are not probably doing it right now. Because various interview, we go to various different interview boards. No, if you are very lucky, you may go to an interview board where they gel with you and they talk to you. But basically, it is a human-to-human interaction. Ideally, I think what they should be doing is people who get very high marks and very low marks, those should be replayed and checked. But such a thing doesn't happen. I don't think it happens. Because somebody who gets very, very high marks, I know various cases where a person got extremely high marks in the interview, a very competent person, but got less marks in the written exam 1 year and could not clear the mains. Next year, he got much less marks in the interview, landed up in the service, of course, good for him. But why does it happen? The same person, how can it be so different? It should not be very different. Because it cannot be, there can only be a basic margin. But I do not know what they do about this. It can happen. Even when we went for the interview and came out, that was in 1980 April, we remember people who could not talk much, they get much more. People who talk very well, they get less. So if you ask, they go to different boards. So the chairman or the chairperson of the board matters. In some boards, it is basically a conversation. They just take you along and converse with you. There are some people who start on a question mode, and if you can't answer it, you yourself recoil back. Because when the first question is not able to be answered, and if it is a technical question or a subject matter where information has to come from you, then it cannot put you at ease. Such things do happen. In fact, if you ask me that in the interview, why are you not asking about the written exam? It happens. It happens in the written exam also. Do you get the same marks when you write it the same way or even better? Sometimes it goes. In fact, I got more marks in psychology than in chemistry. I cannot explain because chemistry is more or less a mathematical subject. I do not know how it happened. And the second thing is, do you get the key for the answers from the UPSC? Somebody had asked under right to information. Do you know? How are the answers valued? Do you get a key for the answers? If you don't get the key for the answers, then how do you know the papers are valued? How the papers are valued? See, I know cases where one of my batchmates' daughter, she got digit marks in the essay exam 1 year. That lady is now working in Geneva. She's an IFS officer. First year, she got only digit marks. There was no revaluation. Only got to know that it is there. Addition, I think they only check the clerical addition, if at all it's there or not. Next year, she had the patience and God gave her the courage to write again and she cleared. You never know. That is why you say that this exam has got a lot of vagaries in it. A large number of people write and I do not know how much of... there's a lot of element of luck, divine grace, and in addition to you being intelligent, hardworking, doing everything. That is precisely why people feel very sad, or even the mentors feel very sad when a genuine person doesn't get. It happens. It happens like everywhere else in life. The only thing is when you plow everything of yours into this one examination, and then you come out as if an empty shell, then it is very sad for the personality of that individual. That also I have seen happen in many places. That is why when people sometimes call me and say, motivate people for the IAS, I will say, I will not. If the person has jumped into the waters, I'll help him to swim out. So I, on my own, will not say this is the only, path that is available. There are many paths. This is only one of them. And I think the moment you accept that,
You face this examination like anything else. If you get it, you take it, and you understand that it is not anything so great. But how can I say this in a group where people are all achievers? But I'm maintaining a balance and saying that let us understand that people who have not cleared are not any less brilliant. There are very brilliant people outside too. And once you understand that there are people in various fields who are very good, there are good painters, there are good teachers, there are good doctors, there are very good personalities in various walks of life. You learn to accept them and learn to understand that you are not so very great. When you understand that you are not so very great, you also improve. And that gives a little sense of humility in you and you improve. Okay? I wish you well for the next exam in case you are taking it again. I hope you go before a good interview board, a friendly board which sails you through as a friend and gives you what you deserve. Okay. All the best. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് വിനീത് ലോഹിതാക്ഷൻ. ഈ വർഷത്തെ 169th റാങ്കാണ്. എനിക്ക് എൻ്റെ ക്വയറി, നമുക്ക് പബ്ലിക് സർവീസിൽ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. മാം നേരത്തെ പറഞ്ഞ പോലെ മീഡിയ, പൊളിറ്റീഷ്യൻസ് ഒക്കെ എല്ലാം ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. സോ ഹൗ ടു ഡീൽ വിത്ത് ഈച്ച് ഓഫ് ദെം? ഇപ്പോൾ നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട് പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഇസ് വെരി മച്ച് ഹൈ എന്നുള്ളതൊക്കെ. സോ ഹൗ ട്രൂത്ത്ഫുൾ ഇസ് ദാറ്റ്? ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ട്രൂ, ഹൗ ടു ഡീൽ വിത്ത് ദെം? What do I say? Even before you land in the field, news about you travels before you land up. So it is what you are that matters. There are some things which are negotiable, some things which are not negotiable. So it is basically your personality. How, if you are crawling when you are asked to bend, and if you are that type of a personality, you will be used. So see, I don't blame the politician, because politicians come as elected representatives of the people. They have got their own things to achieve. So they will ask you to do many things. But can you justify it under the constitution and under the rules envisaged under which you are supposed to perform? Unless you are able to do it, you should not do it. But this does not stand in the way of helping the poor. You know, there are a lot of places where you can bend the rules little to help the very poor. In fact, the very poor people suffer a lot because you say the rule position to them where it can really be bent when you go to the field level. But on a mega level, on a high level, when big decisions are taken, definitely, unless you can convince yourself, don't succumb to anything. And your reputation travels faster. Once you establish yourself in the field for 1 or 2 years, people will dump you as a straight officer, a person who doesn't bend, a person who can be bent, a person who can be made to crawl when asked to bend. These things travel. Then, media also, it's a very good friend, but a very bad foe. Because, they want news. What is there? Supposing you are a media person, what is it that you want? You want sensation. And you want news. And understand you are being made the subject. So to what? And if you think that you can get popularity by catering to the media, you are sadly mistaken. They'll be the first person to drop you like a hot potato the moment something comes against you. So it is a tough game. It is not an easy game. ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് ഭരത് കൃഷ്ണ. മാം, ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മാം, ഇത് ഇങ്ങനത്തെ പ്രഷേഴ്സ് എങ്ങനെ എൻ്റെ പേഴ്സണൽ ലെവൽ എങ്ങനെ എടുക്കാറുണ്ട്? എന്തെങ്കിലും മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ മെഡിറ്റേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് I did have a health problem later, but that's why I'm telling you, your personal health is very, very important. Sometimes you can take stress only up to a point and not more. When it comes to that, it is up to you to realize and understand and evaluate what is more important. Is me as a human being or me as an officer? It is time for you to evaluate every minute. It is important not only for boys, but for girls a little more, because I do not know how far the family responsibilities will be 50-50 shared. Even for men, it is true. There are many people who succumb under pressure, who are not able to withstand pressure and get health problems. It's not worth. It's really not worth. What is it worth? See, everything is important only as long as you are hale and healthy in body and mind. If you are not healthy in body and mind, nothing matters. And ultimately, who is the loser? You, your family, and your near relatives. And for the whole world, they will say, I'm telling you, that is what will be said. At the end of the day, this service is still looked upon as something that people would like to get. And people who have got it
will not be looked upon very kindly. Everybody will say congrats, say happiness, they say very good, very nice. But in their heart of hearts, they will feel that yes, he or she has got something which I have not got. So, will anybody feel very happy that if you are very happy? You will be happy. Your near and dear ones would be happy. But not all others. Because the whole society looks at you. And why is it that you become the center of attention? Because people like to see a person who has cleared this exam. If you get the brunt of a lot of attack, that also becomes sensation. For an ordinary person, it doesn't become. Why does it become a sensation? Because people value that still the IAS carries some weight, IPS carries some weight, the civil service carries some weight. And people still aspire to get it. And there are many people around you who have tried and who have not got. I don't think they're going to feel very happy for you. Certainly not. I may feel happy for myself, I may feel happy for you individually, but how many will feel happy? So your health is primary, let me tell you this, physical and mental. Always remember, at the end of the day, you are an individual. You came from a house, you came from a home, you walked on the earth and you did whatever in a small family of yours you did, and you studied, you had an aspiration and you got this service. But this service is certainly not the end of the road. Please understand that. While you feel happy you have got a job on which enables you to become financially independent and also some stake in society and a means to serve society in whatever manner you can, it still is not, there are a lot of difficult situations where you may not be able to succumb to political pressure. There are many situations where you could be in a post where you are being basically stifled, and this can eat into your health. Ensure it doesn't happen. But there are always runaway escape routes. I went on study leave 3 times. You can go, I can also take leave. Only thing some people feel, I was refusing to take leave for a long time. Then I came across a mentor who told me, a person who had resigned from the service, he told me, what is there? If you are in the firing range, will you escape or will you sit there? If you know you are in the firing range, you will escape. And the service provides you ample opportunities to take leave, go off, you can still live. But if you want to be in the limelight, and if the chair is more valuable to you than your own self, then God help. No chair is as important as you are. Because as you grow, you will have a family, you will have children, and as you advance in life, you will have midlife crisis where your parents will get old. So we all went through all those problems. You may have to look after them, you have to come down. So plenty of things are there in a person's life. Today is today, you've got it. But then as you walk along, you will find good things coming, bad things coming. You learn to absorb. Okay, thank you very much. But I'm still free for interaction whenever you feel like. You can take my mobile number if you feel like. Thanks for giving me an opportunity to talk to these young children. And let me quote, borrow words from Srimati Padma Ramachandran, who was district collector. When I was in the 7th standard in Cotton Hill, she came to give a prize to school day celebrations. So she came a little late and then she said, I'm so happy to see the happy faces of children and the happier faces of their parents. I quote the same thing. All your happy faces and the happier faces of your parents. Let it be happy all the time. Thank you.